മക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നടന്ന ഒരു എക്സാമിന്റെ സൊല്യൂഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നടന്ന വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുടെ കാറ്റഗറി നമ്പർ 887/2025, കാറ്റഗറി നമ്പർ 887/2025. ഈ എക്സാമിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ ഭാഗത്തും ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങൾ നമുക്കിവിടെ ചെയ്യാം. റെഡി അല്ലേ? അതിൽ ഒന്നാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഡി ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഡി ആണ്. ഈ കോഡിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എടാ, നമ്മുടെ PYQ സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്ന, കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് 6 മാർക്കിൽ കൂടുതൽ ഉറപ്പായും കിട്ടും. കാരണം നമ്മൾ കവർ അപ്പ് ചെയ്തിട്ടുള്ള പോർഷൻസിൽ അത്തരം ചോദ്യങ്ങൾ, അത്തരം ടൈപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഒരു ബഹുഭുജത്തിന്റെ ആന്തരിക കോണുകളുടെ തുക 2700 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. മക്കളെ, ഇത് ചെയ്യാൻ നിങ്ങൾ ഒരു കാര്യം അറിയണം. ബഹുഭുജങ്ങളുടെ ആന്തര കോണുകളുടെ തുക കാണാനുള്ള സൂത്രവാക്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാം. എന്താണ് സൂത്രവാക്യം? എന്താണ് ചെയ്യേണ്ടത്? n-2 × 180. വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 2 കുറയ്ക്കും, 180 കൂട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാലോ. എടാ, ആന്തര കോണുകളുടെ തുക നമുക്ക് തന്നിരിക്കുന്നു 2700 ഡിഗ്രി. നമ്മൾ ഇവിടെ കൊടുക്കുന്നു 2700 എന്നത് n-2 × 180 തുല്യമാണ്. ഇതിൽ നിന്ന് n കണ്ടുപിടിച്ചാൽ n ആണ് എന്ത്? ആ വശങ്ങളുടെ എണ്ണം. ഓക്കെ, ഇത് n കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ n മാത്രം അവിടെ നിർത്തും, ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് തട്ടും. 2700 ഇവിടെയുണ്ട് ബൈ 180 ഗുണിക്കണം 180 സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അത് ഹരിക്കണം 180 ആകുന്നു. അതെന്തിനു തുല്യമാണ്? n-2 തുല്യമാണ്. ഓക്കെ, നമുക്ക് ചെറുതാക്കാം. ഈ 0 പോയി. 27ഉം 18ഉം 9ന്റെ ഗുണിതങ്ങളാണ് എന്ന് നമുക്കറിയാം. 27ൽ എത്ര 9? 3 9. അപ്പൊ 270ലോ 39കൾ. 18ൽ എത്ര 9കൾ? 2 9കൾ. ഓക്കെ, അപ്പൊ 30/2 എന്ന് അവിടെ വന്നു. അതിന് ചെറുതാക്കാം. 30ൽ എത്ര 2കൾ? 15 2കൾ. അപ്പൊ 15 എന്നത് n-2 തുല്യമാണ്. എങ്കിൽ n എത്ര? n മാത്രം നമ്മൾ ഇവിടെ നിർത്തും. കുറയ്ക്കണം 2 നമ്മൾ അപ്പുറത്തേക്ക് തട്ടും. കുറയ്ക്കണം 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഓൾറെഡി 15 ഉണ്ട്. കുറയ്ക്കണം 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ കൂട്ടണം 2 ആകുന്നു, വിപരീതമാകുന്നു. ഓക്കെ, 15ഉം 2ഉം കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാണോ അതാണ് വശങ്ങളുടെ എണ്ണം. 15ഉം 2ഉം കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാണ്? അത് 17ആണ്. എത്ര വശങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം 17, ഓപ്ഷൻ സി. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഒരു സ്കൂളിൽ 2401 വിദ്യാർത്ഥികളുണ്ട്. വരികളുടെ എണ്ണം നിരകളുടെ എണ്ണത്തിന് തുല്യമാകുന്ന തരത്തിൽ കുട്ടികളെ നിർത്തിയാൽ വരികളുടെ എണ്ണം എത്ര? ഇതെന്ത് ചെയ്യണം? ഇതെന്ത് ചെയ്യണം? ഒരു സ്കൂളിൽ 4 കുട്ടികളുണ്ട്. വരിയുടെ എണ്ണവും നിരയുടെ എണ്ണവും, അതായത് ഇങ്ങനെ നിർത്തിയാലും അതിലുള്ള കുട്ടികളുടെ എണ്ണം തുല്യമാകണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ നിർത്തും? വരിയിൽ 2 പേരെ നിർത്തും, നിരയിലും 2 പേരെ നിർത്തും. അല്ലെ? നിരയിൽ 2 പേർ, വരിയിൽ 2 പേർ. അപ്പോഴാണ് 4 ആവുക. അപ്പൊ ഒരു വരിയിൽ എത്ര പേരെന്ന് ചോദിച്ചാൽ എന്താ? 2 പേർ. ഇനി 9 പേര് ഒരു സ്കൂളിലുണ്ട്. വരിയിലും നിരയിലും തുല്യമാകുന്ന വിധത്തിൽ നിർത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ നിർത്തും? 3 പേര് അവിടെ, 3 പേര് ഇവിടെ. അല്ലെ? വരിയിൽ 3 പേർ, നിരയിൽ 3 പേർ. 9 പേരെ കൃത്യമായി വരിയിലും നിരയിലും തുല്യമാകുന്ന വിധത്തിൽ നിർത്തണം എന്ന് പറഞ്ഞാൽ 9ന്റെ റൂട്ട് എടുക്കുമ്പോൾ കിട്ടും ഒരു വരിയിലെ ആളുകളുടെ എണ്ണം 3. 4 പേരെ വരിയിലും നിരയിലും തുല്യമായി ക്രമീകരിച്ച് നിർത്തണം എന്ന് പറഞ്ഞാൽ 4ന്റെ റൂട്ട് എടുക്കുമ്പോൾ കിട്ടും വരിയിലെ ആളുകളുടെ എണ്ണം 2. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യേണ്ട പരിപാടി എന്താ? ഇവിടെ 2401 കുട്ടികളാണ് സ്കൂളിലുള്ളത്. 4ഓ 9ഓ അല്ല, 2401 കുട്ടികളുണ്ട്. സിമ്പിൾ പരിപാടി. ആ 2401ന്റെ റൂട്ട് എടുത്താൽ മതി. റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വർഗമൂലം. ഒരു സംഖ്യയുടെ വർഗമൂലം കാണാനുള്ള എളുപ്പ വഴി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം? അവസാനത്തെ 2 ഡിജിറ്റുകളെ നീക്കി നിർത്തുന്നു. ഈ സംഖ്യനെ നമ്മൾ കട്ട് ചെയ്യുന്നു. കട്ട്കരോ. ഓക്കെ, അപ്പൊ അവസാനത്തെ ഡിജിറ്റ് എത്രയാ? 1. ഒരു പൂർണ്ണസംഖ്യയുടെ അവസാനത്തെ ഡിജിറ്റ് 1 ആകാൻ എന്തൊക്കെ സാധ്യതകൾ? 1ന്റെ സ്ക്വയർ 1ൽ അവസാനിക്കുന്നു. അതുപോലെ 9ന്റെ സ്ക്വയറും, അല്ലെ? 9 × 9 81 ആണ്. 9ന്റെ സ്ക്വയർ ആയ 81ഉം 1ൽ അവസാനിക്കുന്നു. അപ്പൊ 1ന്റെയും 9ന്റെയും വർഗങ്ങൾ 1ൽ അവസാനിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം. ഈ സംഖ്യയുടെ അവസാനത്തെ ഡിജിറ്റ്
ഒന്നുകിൽ 1 അല്ലെങ്കിൽ 9. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ 47ഉം 45ഉം കട്ട് ചെയ്യാം. കാരണം എന്താ, ഇത് 7 അവസാനിക്കുന്നു, ഇത് 5 അവസാനിക്കുന്നു. 1 അവസാനിക്കുന്നതോ 9 അവസാനിക്കുന്നതോ ആണ് നമ്മുടെ ഉത്തരം എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഉത്തരത്തിലേക്ക് എത്താം. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ആദ്യത്തെ ഭാഗം നോക്കും. 24. 24ന് തൊട്ട് മുൻപ് കിടക്കുന്ന പൂർണ്ണവർഗം ഏതാ പൂർണ്ണവർഗങ്ങൾ? 1ന്റെ സ്ക്വയറായ 1, 2ന്റെ സ്ക്വയറായ 4, 3ന്റെ സ്ക്വയറായ 9, 4ന്റെ സ്ക്വയറായ 16, 5ന്റെ സ്ക്വയറായ 25, 6ന്റെ സ്ക്വയറായ 36. ഇതൊക്കെയാണ് പൂർണ്ണവർഗങ്ങൾ. 24ന് മുൻപ് വരുന്ന പൂർണ്ണവർഗം ഏതാ? അത് 16 അല്ലേ? അതിന്റെ റൂട്ട് എടുത്താൽ മതി. 16ന്റെ റൂട്ട് എത്രയാ? 16ന്റെ റൂട്ട് എന്ന് പറയുന്നത് 4 അല്ലെ? അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ആ സംഖ്യ ഒന്നുകിൽ 41 അല്ലെങ്കിൽ 49. നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ആ 2 പേരാണുള്ളത്. ചിലപ്പോ അതിൽ ഒന്നേ ഉണ്ടാവുള്ളൂ, നമുക്ക് കട്ട് ചെയ്ത് എടുക്കായിരുന്നു. പക്ഷെ ഇവിടെ 2 തന്നിട്ടുണ്ട് ഓപ്ഷനിൽ. ഒന്നുകൂടി പടിയെടുക്കട്ടെ എന്നാണ് ചോദ്യകർത്താവ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഉറപ്പിക്കണം 41 ആണോ 49 ആണോ എന്ന് ഉറപ്പിക്കണം. എന്താണ് നമ്മൾ ചെയ്യുക? ഈ 4ഉം 4 കഴിഞ്ഞ് വരുന്ന എണ്ണൽ സംഖ്യ ഏതാ? 5. ഈ 4ഉം 4 കഴിഞ്ഞ് വരുന്ന 5 നമ്മൾ ഗുണിക്കും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4 × 5 20. അങ്ങനെ ഗുണിച്ച് കിട്ടുന്ന ഉത്തരം റൂട്ടിനുള്ളിലുള്ള ഫസ്റ്റ് പാർട്ടുമായി കമ്പയർ ചെയ്യും. 24മായി കമ്പയർ ചെയ്യും. ഗുണിച്ച് കിട്ടിയ ഉത്തരത്തിനേക്കാൾ വലുതാണ് റൂട്ടിനുള്ളിലെങ്കിൽ നമ്മൾ ഇതിൽ വലിയ ഉത്തരം എടുക്കും. ഗുണിച്ച് കിട്ടിയ ഉത്തരം റൂട്ടിനുള്ളിലുള്ള ആളെക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ ചെറിയ ഉത്തരം എടുക്കും. ഓക്കെ, നമ്മൾ നോക്കുന്നു 20 നമുക്ക് ഗുണിച്ചപ്പോ കിട്ടിയത്. 20നേക്കാൾ വലുതാണോ ചെറുതാണോ 24? 20നേക്കാൾ വലുതാണ് 24 അല്ലെ? 20നേക്കാൾ വലുതാണ് 24. അപ്പൊ നമ്മൾ വലിയ ഉത്തരം എടുക്കണം. നമ്മുടെ ഉത്തരം 49 എന്ന് കിട്ടും. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെ, നമ്മൾ LCM HCFന്റെ PYQ സീരീസിൽ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ, ഒരു മാറ്റവും ഇല്ലാതെ അതേപോലെ ചോദിച്ചിരിക്കുന്നു. ആ ചോദ്യം കൃത്യമായി, ആ സീരീസ് കൃത്യമായി കണ്ടവർക്ക് 1 മാർക്ക് കിട്ടി. 3 വ്യത്യസ്ത റോഡ് ക്രോസിങ്ങുകളിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം 48 സെക്കൻഡ്, 60 സെക്കൻഡ്, 72 സെക്കൻഡ് ഇങ്ങനെയാണ് മാറുന്നത്. രാവിലെ 7 മണിക്ക് അവർ ഒരേ സമയം മാറിയാൽ, അവരൊരുമിച്ച് മാറിയാൽ ഏത് സമയത്താണ് അവർ വീണ്ടും മാറുക? ഓക്കെ, ഇതേ ടൈപ്പ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം ടൈപ്പിൽ ഏത് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്? LCM ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ നമ്മൾ ഏതിന്റെ ഒക്കെ LCM കാണണം? 48 സെക്കൻഡ്, അതുപോലെ 60 സെക്കൻഡ്, 72 സെക്കൻഡ്. ഇവരുടെ LCM കണ്ടുപിടിച്ചാൽ നമ്മുടെ പകുതി പരിപാടി കുറഞ്ഞു. കണ്ടുപിടിക്കാം. എല്ലാവരും സെക്കൻഡിലാണ്, അപ്പൊ പിന്നെ മാറ്റേണ്ട കാര്യങ്ങൾ ഇല്ല. 1 മിനിറ്റിലും 1 സെക്കൻഡിലൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളത് മാറ്റിയാണ്, നിങ്ങൾക്കറിയാലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ LCM കണ്ടുപിടിക്കുന്നു. എല്ലാം ഇരട്ട സംഖ്യകളാണ്, അതുകൊണ്ട് 2 കൊണ്ട് ചെറുതാക്കുന്നു. 48ന്റെ പകുതി 24, 60ന്റെ പകുതി 30, 72ന്റെ പകുതി 36. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരെ ഇനി 3 കൊണ്ട് ചെറുതാക്കാം. കാരണം തന്നിരിക്കുന്ന കിട്ടിയ സംഖ്യകളുടെ അക്കത്തുക 3ന്റെ ഗുണിതങ്ങളാണ്. 2ഉം 4ഉം കൂട്ടിയാൽ 6, അത് 3ന്റെ ഗുണന പട്ടികയിലുണ്ട്. 3ഉം 0 കൂട്ടിയാൽ 3, 3ന്റെ ഗുണന പട്ടികയിലുണ്ട്. 3ഉം 6ഉം കൂട്ടിയാൽ 9, 3ന്റെ ഗുണന പട്ടികയിലുണ്ട്. സോ 3 കൊണ്ട് നമുക്ക് ചെറുതാക്കാം. 24-ൽ 8 മൂന്നുകൾ, 30-ൽ 10 മൂന്നുകൾ, 36-ൽ 12 മൂന്നുകൾ. ഓക്കെ, വീണ്ടും ഇരട്ട സംഖ്യകൾ കിട്ടിയിരിക്കുന്നു. നമുക്ക് 2 കൊണ്ട് ചെറുതാക്കാം. 2 കൊണ്ട് ചെറുതാക്കുമ്പോൾ 4 രണ്ടുകൾ, 5 രണ്ടുകൾ, 6 രണ്ടുകൾ. മിനിമം 2 എണ്ണത്തിനെങ്കിലും ഇനി ചെറുതാക്കാൻ പറ്റുമോ നോക്കിയപ്പോൾ 4നെയും 6നെയും നമുക്ക് ചെറുതാക്കാം 2 കൊണ്ട്. 2 കൊണ്ട് ചെറുതാക്കുന്നു. 4ന്റെ പകുതി 2, 5ന് ചെറുതാക്കാൻ പറ്റില്ല, നമ്മൾ അതുപോലെ എഴുതുന്നു. 6ന് ചെറുതാക്കാം, 6ന്റെ പകുതി 3. ഓക്കെ, ഇനി LCM ആയതുകൊണ്ട് L ഷേപ്പിൽ ഗുണിക്കണം. L ഷേപ്പിൽ കിട്ടിയിരിക്കുന്ന സംഖ്യകളെ മുഴുവൻ ഗുണിക്കാം. 5 × 2 10, അവിടെ ഇരിക്കട്ടെ. 3 × 3 9, 9ന്റെ ഇരട്ടി 18, 18ന്റെ ഇരട്ടി 36, 36ന്റെ ഇരട്ടി 72. അപ്പൊ നമുക്ക് 720 എന്ന് കിട്ടി. 720 എന്ത്? സ്കൂളിലെ ടീച്ചർമാരാണെങ്കിൽ ചക്കയാണോ മാങ്ങയാണോ യൂണിറ്റ് ഇല്ലടാ എന്നൊക്കെ ചോദിക്കും. അപ്പൊ 720 എന്താ അതിന്റെ യൂണിറ്റ്? 720 സെക്കൻഡുകൾ. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ മിനിറ്റിലേക്ക് മാറ്റണം. എന്താണ് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ? അത് 60 സെക്കൻഡാണ്. അപ്പൊ 720 സെക്കൻഡുകൾ എത്ര മിനിറ്റ് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 720നെ 60 കൊണ്ട് ഹരിച്ചാൽ മതി.
ഈ പൂജ്യം കട്ട് ചെയ്ത് പോകും. 72-ൽ എത്ര ആറുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. 7-ൽ എത്ര ആറുണ്ടടാ? 7-ൽ ഒരു 6. അപ്പൊ 7-ൽ നിന്ന് 6 പോയി, ബാക്കി 1. 12-ൽ എത്ര ആറുകൾ? 12-ൽ 2 ആറുകൾ. നമുക്ക് മനസ്സിലായി 720 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത് 12 മിനിറ്റ് ആണ്. 12 മിനിറ്റ് ആണ്. അപ്പൊ രാവിലെ 7 മണിക്ക് അവർ ഒരുമിച്ച് മാറി. ഇനി അവ വീണ്ടും എപ്പോൾ ഒരുമിച്ച് മാറും എന്ന് ചോദിച്ചാൽ 12 മിനിറ്റുകൾക്ക് ശേഷമാണ് മാറുക. അതായത് 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആകുമ്പോഴാണ് അവർ മാറുക. നമ്മുടെ ഓപ്ഷൻ എവിടെ കിടക്കുന്നു? ഓപ്ഷൻ സിയിൽ കിടക്കുന്നു. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മക്കളെ. 4ാമത്തെ ചോദ്യം. ശതമാനം എന്ന് പറയുന്ന നമ്മുടെ സീരീസ് തുടങ്ങി അത് കണ്ടവർക്ക് ഇതും ബോണസ് ആയിട്ട് കിട്ടി. ഒരു ഫ്ലവർ വേസിന്റെ വില 120 രൂപ. കടയുടമ അത് 10% നഷ്ടത്തിനാണ് വിറ്റത് എങ്കിൽ വിറ്റ വില എത്രയാണെന്നാണ് ചോദ്യം. വളരെ എളുപ്പമുള്ള ചോദ്യം. ഇതിന്റെ ഒരു ഫ്ലവർ വേസിന്റെ യഥാർത്ഥ വില, അതായത് 100% എന്ന് പറയുന്നത് അത് 120 രൂപയാണ് എന്ന് തന്നിരിക്കുന്നു. 100% വാങ്ങിയത് 10% നഷ്ടത്തിലാണ് വിറ്റത്. 10% നഷ്ടത്തിലാണ് വിറ്റത്. അപ്പൊ എത്ര ശതമാനത്തിൽ വിറ്റത്? 10 കുറവായത്. 100-ൽ നിന്ന് 10 കുറവായാൽ 90% വിറ്റു. ആ വിറ്റ വില എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, വിറ്റ വില കണ്ടുപിടിക്കണം. എടാ ഈ ടൈപ്പ് നമ്മൾ ചെയ്തില്ലേ? ക്രോസ് ചെയ്യുമ്പോൾ ജോഡികളായിരിക്കുന്നവരെ നമ്മൾ ആകാശത്തേക്ക് പറത്തിവിടും. ഓർമ്മയുണ്ടല്ലോ അല്ലെ? അപ്പൊ 120-ഉം 90-ഉം ആകാശത്ത് മുകളിൽ. ആരാണ് താഴെ? സിംഗിൾ ആയിരിക്കുന്ന 100, ഇയാള് താഴെ. അപ്പൊ ഈ പൂജ്യം കട്ട് ചെയ്യാം, ഈ പൂജ്യം കട്ട് ചെയ്യാം. ബാക്കി 12 ഗുണം 9 ചെയ്താൽ നമ്മുടെ ഉത്തരമായി. ഉത്തരം എന്ന് പറയുന്നത് 10 9കൾ ചേർന്നാൽ 90, 2 9കൾ ചേർന്നാൽ 18, 90-ഉം 18-ഉം കൂടിയാൽ 108. അപ്പൊ 108 രൂപയ്ക്കാണ് അവർ ആ സാധനം വിറ്റത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അപ്പൊ 4 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. എടാ നമ്മുടെ PYQ സീരീസിൽ നിന്ന് 2 ചോദ്യങ്ങൾ അതുപോലെ വന്നിട്ടുണ്ട്. അടുത്തതിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം. മക്കൾ, 5ാമത്തെ ചോദ്യം മിക്കവാറും ക്യാൻസൽ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ആദ്യത്തെ പദം തന്നിട്ടില്ല. അല്ലാതെ ഈ ചോദ്യത്തിൽ ഒരു ഉത്തരം കണ്ടുപിടിക്കല് കുറച്ച് പ്രയാസമാണ്. പല എക്സ്പ്ലനേഷനിലും 101 എന്ന് കാണുന്നുണ്ട്. അങ്ങനെ 101 കിട്ടണമെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ പദം -4 ആയിരിക്കണം. ഇത് ചെയ്യേണ്ട ഇക്വേഷൻ ഇങ്ങനെയാണ്. സമാന്തര ശ്രേണികളുടെ തുക എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണത്തിന്റെ പകുതിയോട് ആദ്യത്തെ പദവും ഫസ്റ്റ് ടേമും അവസാനത്തെ പദവും ലാസ്റ്റ് ടേമും കൂട്ടി കിട്ടുന്ന തുക കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്. ഓക്കെ, ഈ സൂത്രവാക്യം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഇതിൽ തുക തന്നിട്ടുണ്ട് 7171. എണ്ണം നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. n-2 അതുപോലെ എഴുതി. ആദ്യത്തെ പദം തന്നിട്ടില്ല, അതും x എന്ന് എടുത്തു. ലാസ്റ്റ് ടേം അവസാനത്തെ പദം തന്നിട്ടുണ്ട് 146. ഇത് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിയില്ല. ആദ്യത്തെ പദം -4 ആയിരുന്നെങ്കിൽ 101 എന്ന് എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ ഒന്നും തരാത്തത് കൊണ്ട് ഈ ചോദ്യം മിക്കവാറും ക്യാൻസൽ ആയി പോകാനാണ് സാധ്യത. ഇനി വേറെ എന്തെങ്കിലും വഴികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരുപക്ഷെ ഇന്ന് എക്സാം ഹാളിൽ നിങ്ങളുടെ ഒരുപാട് സമയം കളഞ്ഞ ക്വസ്റ്റ്യൻ ഇതായിരിക്കും. 6ാമത്തെ ചോദ്യം. ഒരു കോഡ് ഭാഷയിൽ GO എന്നത് 32, SHE എന്നത് എത്രയാ? 49. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്താ? സം SOME. ഇത് കണ്ടുപിടിക്കണം. മക്കളെ, ഇതെന്താണ്? GO എന്നത് എങ്ങനെയാണ് 32ലേക്ക് എത്തിയത് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. GO എങ്ങനെ 32ആയി? ഇത് റിവേഴ്സ് ഓർഡറിലാണ് കിടക്കുന്നത്. അതായത് Z എന്ന് പറയുന്നത് 1, Y എന്ന് പറയുന്നത് 2, X എന്ന് പറയുന്നത് 3, W എന്ന് പറയുന്നത് 4, അങ്ങനെ പോയി B എന്ന് പറയുന്നത് 25, A എന്ന് പറയുന്നത് 26. ഇങ്ങനെയാണ് അക്ഷരങ്ങളുടെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത്. അങ്ങനെ കണക്കാക്കുമ്പോൾ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് 20-ഉം ഓയുടെ മൂല്യം എന്ന് പറയുന്നത് 12-ഉമാണ്. അങ്ങനെ ഇവരെ തമ്മിൽ കൂട്ടുമ്പോഴാണ് 32 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ SHE ഇതിലെ എസിന്റെ മൂല്യം എന്ന് പറയുന്നത് 8, എച്ചിന്റെ മൂല്യം എന്ന് പറയുന്നത് 19,
ഇയുടെ മൂല്യം എന്ന് പറയുന്നത് 22. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 22 8 30 30 19 49 ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് 49 കിട്ടുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ലോജിക്ക്. അങ്ങനെയാണെങ്കിൽ സം എസിന്റെ കോഡ് 8, ഓടെ കോഡ് 12, എമ്മിന്റെ കോഡ് 14, ഇയുടെ കോഡ് 22. ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, 12ഉം 8ഉം 20, 20ഉം 20 40, 40ഉം 10ഉം 50, 50ഉം 4ഉം 54, 54ഉം 2ഉം നമ്മുടെ ഉത്തരമായി 56. 56 ഓപ്ഷൻ എയിൽ കിടക്കുന്നു. അതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പൊ 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മക്കളെ, 7ാമത്തെ ചോദ്യം രക്തബന്ധവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ബ്ലഡ് റിലേഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ചോദ്യമാണ്. വളരെ എളുപ്പമുള്ള ചോദ്യം. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു ചോദ്യം കിട്ടിയാൽ പരമാവധി അതിന് ചിത്രീകരിക്കാൻ ശ്രമിക്കുക. ഒരു ചിത്രം പോലെ വരയ്ക്കുക. എ എന്നത് ബിയുടെ മകനാണ്. ബി ആണ് മുകളിൽ. ബിയുടെ മകൻ അടുത്ത ജനറേഷനാണ് എ. ബിയുടെ മകനാണ് എ. ഇനിയോ സി എന്നത് എയുടെ ഭാര്യയാണ്. സി എന്നത് ഇവര് ദമ്പതികളാണ്. എ എന്നത് ആണും സി എന്നത് പെണ്ണും. ഓക്കെ, അപ്പൊ ഇവര് ദമ്പതികളാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു ചിഹ്നം ഇട്ടു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഇ എന്നത് സിയുടെ മകളാണ്, അടുത്ത ജനറേഷനാണ്. ഇ എന്നത് പെണ്ണാണ്. ഓക്കെ, സിയുടെ മകളാണ്. പിന്നെയോ എങ്കിൽ ബിയുമായി ഇ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? വളരെ എളുപ്പം. ബിയുമായി ഇക്കുള്ള ബന്ധം എന്താണ്? ബിയും ഇയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? എന്താണെടാ? എടാ, ബി എന്ന് പറയുന്ന ആളുടെ മകന്റെ മകളാണിത്, അല്ലെ? മകന്റെ മകൾ ഏതാടാ? മകന്റെ മകളെ നമ്മൾ പറയും കൊച്ചുമകൾ. ക്ലിയർ? സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, 8ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. പാറ്റേൺ പൂർത്തീകരിക്കേണ്ട ഒരു ചോദ്യം. പാറ്റേൺ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെ: 10, 18, 45, 109 എങ്കിൽ അടുത്ത സംഖ്യ ഏത്? നമ്മൾ ആ സംഖ്യ എഴുതുന്നു. 10, 18, 45, 109. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാറ്റേൺ ആണ് നിങ്ങൾക്ക് ചോദ്യത്തിൽ വന്നിരിക്കുന്നതെങ്കിൽ അവരുടെ വ്യത്യാസം കണ്ടുപിടിച്ചാൽ പരമാവധി ചോദ്യങ്ങളുടെ ഉത്തരം ചെയ്യാൻ കഴിയും. ഇവർക്കിടയിലുള്ള വ്യത്യാസം 10ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 8ആണ്. 18ഉം 45ഉം തമ്മിലുള്ള വ്യത്യാസം അത് 27ആണ്. 45ഉം 109ഉം തമ്മിലുള്ള വ്യത്യാസം അത് 64ആണ്. ഓക്കെ, എങ്കിൽ അടുത്ത സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, എടാ ഈ 8ഉം 27ഉം 64ഒക്കെ എവിടെയോ കണ്ടൊരു പരിചയം ഉണ്ടല്ലോ. ഉണ്ട് അല്ലെ? 8 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 2ന്റെ ക്യൂബാണ്. 27 എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതാം. 8 എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബ്. അടുത്തത് 27 എന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബ്. 64 എന്ന് പറഞ്ഞാൽ 4ന്റെ ക്യൂബ്. എങ്കിൽ അടുത്തത് ആര് വരും? അടുത്തത് 5ന്റെ ക്യൂബ് വരും. ഏതാണ് 5ന്റെ ക്യൂബ്? അത് 125 അല്ലേ? ഓക്കെ, അപ്പോൾ 109ന്റെ കൂടെ 125 കൂട്ടിയാൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പൊ 100ഉം 100ഉം 200, 200ഉം 20ഉം 220, 220ഉം 9ഉം 229, 229ഉം 5ഉം 234. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, 9ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ചോദ്യം. എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? 2016 ജൂലൈ 29 വെള്ളിയാഴ്ചയാണ്. ആ ദിവസമാണ് കുഞ്ഞ് ജനിച്ചത്. ആ ദിവസം ജനിച്ച കുഞ്ഞിനെ 4 വയസ്സ് പൂർത്തിയായ ജന്മദിനം വരുന്നത് ഏത് ദിവസം? ഓക്കെ, അപ്പൊ 2016 ജൂലൈ 29 കുട്ടി ജനിച്ചത്. ഓക്കെ, അത് വെള്ളിയാഴ്ചയാണ്. 4 വയസ്സ് പൂർത്തിയാകുന്നത് എപ്പോഴാ? 4ാമത്തെ ജന്മദിനത്തിന് അല്ലെ? 4 വർഷങ്ങൾക്ക് ശേഷം. എപ്പോഴാ അത്? 2020 ജൂലൈ 29 4 വയസ്സ് പൂർത്തിയാകുന്നത്. അത് ഏത് ദിവസം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ? ഇവർക്കിടയിലുള്ള ഓഡ് ഡേയ്സിന്റെ എണ്ണം, ഒറ്റ ദിവസങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കും. വർഷങ്ങൾ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 2016ഉം 2020നും ഇടയിൽ
4 സാധാരണ വർഷങ്ങളുണ്ട് അല്ലേ? അപ്പൊ 4 അധിക ദിവസങ്ങൾ വരും. 4 അധിക ദിവസങ്ങൾ വരും. 4 ഒറ്റ ദിവസങ്ങൾ വരും. ഇനിയോ ഇവിടെ 2020 എന്ന് പറയുന്നത് എന്ത് വർഷമാണ്? അവസാനത്തെ 2 ഡിജിറ്റ് 20 എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമാണ്. സോ 2020 ഒരു അതിവർഷമാണ്. ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടാവും. അപ്പോൾ ഒരു ഒറ്റ ദിവസം കൂടി കൂടും. ഒരു ഒറ്റ ദിവസം കൂടി കൂടും. അപ്പൊ ടോട്ടൽ എത്ര ഒറ്റ ദിവസങ്ങൾ? ടോട്ടൽ 5 ഒറ്റ ദിവസങ്ങളുണ്ട്. ടോട്ടൽ 5 ഒറ്റ ദിവസങ്ങളുണ്ട്. അപ്പൊ ഈ വെള്ളിയാഴ്ചയുടെ കൂടെ ഈ 5 ഒറ്റ ദിവസങ്ങൾ കൂട്ടിയാൽ കിട്ടുന്നത് അതാണ് നമ്മുടെ ദിവസം. നമ്മൾ എണ്ണം വെള്ളി കഴിഞ്ഞാൽ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ. കഴിഞ്ഞ പരിപാടി. നമ്മുടെ ഉത്തരം ബുധൻ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് വാങ്ങും. 10ാമത്തെ ചോദ്യം ബോട്ട്മാസ് റൂള് അപ്ലൈ ചെയ്യേണ്ട ഒരു ചോദ്യം. ബോട്ട്മാസ്. ഓക്കെ, എന്താണ് തന്നിരിക്കുന്നത്? ഇൻറ്റു എന്നത് പ്ലസ് ആയിട്ട് വിചാരിക്കണം. ഹരണചിഹ്നം എവിടെയൊക്കെ ഉണ്ടോ അതിന് പകരം മൈനസ് ഇടണം. മൈനസ് എവിടെയൊക്കെ ഉണ്ടോ മൈനസ് എന്നത് ഇൻറ്റു ആയിട്ട് വിചാരിക്കണം. പ്ലസ് എവിടെയൊക്കെ ഉണ്ടോ അതെന്താക്കണം? ഹരണചിഹ്നം ആക്കണം. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ എന്നാ പറയുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാം. ചോദ്യം ഇങ്ങനെ: 13 ഗുണം 5 മൈനസ് 20 പ്ലസ് 10 ഹരിക്കണം 9. ഓക്കെ, ഇപ്പൊ നമ്മൾ മാറ്റുന്നു. 13 എഴുതി. ഇനി ഇൻറ്റുവിന് പകരം എന്ത് ചെയ്യണം? പ്ലസ് എഴുതണം. 5 മൈനസിന് പകരം എന്ത് എഴുതണം? ഇൻറ്റു എഴുതണം. ഓക്കെ, പ്ലസിന് പകരം ഇവിടെ ഹരണചിഹ്നം എഴുതണം. 10 ഹരണചിഹ്നത്തിന് പകരം മൈനസ് എഴുതണം. 9. ഇനി ബോട്ട്മാസ് റൂൾ അപ്ലൈ ചെയ്താൽ നമ്മുടെ ഉത്തരമായി. നമ്മൾ നോക്കുന്നടാ ഏതാണ് ഈ ക്രമത്തിൽ ആദ്യം കിടക്കുന്നത്? ഡി അല്ലേ? ഡി, ഡിവിഷൻ ദാ ഹരണചിഹ്നം. അപ്പൊ അതിന്റെ ഈ ഹരണചിഹ്നത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളെ തമ്മിൽ നമ്മൾ ഹരിക്കും. 20 ഹരിക്കണം 10 നമ്മൾ ചെയ്യുന്നു. 13 പ്ലസ് 5 ഗുണിക്കണം 20 ഹരിക്കണം 10. 20നെ 10 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം 2 ആണ്. മൈനസ് 9. അപ്പൊ ഡിവിഷൻ ചെയ്താൽ പിന്നെ ആര് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, ഗുണനം ചെയ്യണം. ഇതേ ഇരിക്കുന്നു ഗുണനചിഹ്നം. അപ്പൊ ഗുണനചിഹ്നത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളെ തമ്മിൽ നമ്മൾ ഗുണിക്കും. എന്തായി? 13 പ്ലസ് 5 ഗുണം 2 10 മൈനസ് 9 കിട്ടിയേ. ഇനി എന്ത് ചെയ്യണം? അഡീഷൻ, കൂട്ടണം. ഇതേ കൂട്ടൽ ചിഹ്നം. അതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇരിക്കുന്ന ആളുകളെ തമ്മിൽ നമ്മൾ കൂട്ടും. 13 പ്ലസ് 10 നമുക്കറിയാം അത് 23 ആണ്. മൈനസ്. ഇനി ഒരേ ഒരു ഓപ്പറേഷൻ ഉള്ളൂ, സബ്ട്രാക്ഷൻ. 23ൽ നിന്ന് 9 കുറച്ചാൽ കിട്ടുന്നത് എത്രയാണ്? 14. ഓക്കെ മക്കളെ, ഇതാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ. ടോട്ടൽ ആകെ 10 ചോദ്യങ്ങൾ. ആകെ 10 ചോദ്യങ്ങളുണ്ട്. ആ 10 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം മിക്കവാറും ക്യാൻസൽ ആയി പോകാനുള്ള സാധ്യതയുണ്ടെന്ന് വിചാരിക്കാം. ആരെങ്കിലും അപ്പീൽ കൊടുത്താൽ ഒരു പക്ഷേ ക്യാൻസൽ ആകാം. ഇനി അതിനെന്തെങ്കിലും വ്യക്തത എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഈ വീഡിയോക്ക് കീഴിൽ താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ 9 മാർക്ക്, എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഒരു 9 മാർക്കിന്റെ ചോദ്യ പേപ്പർ എന്ന് വിചാരിച്ചാൽ ഏകദേശം ഒരു 6 മാർക്കോളം ഈസി ക്വസ്റ്റ്യൻസ് ആണ്. 6 മാർക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാം. പോട്ടെ, ഒരു 5 മാർക്കെങ്കിലും കിട്ടിയാലും തരക്കേടില്ലാത്ത മാർക്കാണ്. ബാക്കിയുള്ള ഒരു 3 മാർക്ക് ഇച്ചിരി ചിന്തിക്കേണ്ട 3 ചോദ്യങ്ങൾ ഇതിലുണ്ട്. അധികം പ്രാക്ടീസ് ചെയ്യാൻ സാധ്യതയില്ലാത്ത 3 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ 6 മാർക്കിൽ കൂടുതൽ കിട്ടിയാൽ നിങ്ങൾ സേഫ് സോണിലാണ് എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, മാത്സിൽ കിട്ടിയ മാർക്ക് ഈ വീഡിയോന്റെ കീഴിൽ ഒന്ന് കമന്റ് ചെയ്യണം. നോക്കട്ടെ, കമന്റ് ചെയ്യുന്നവർക്കൊക്കെ എൻ്റെ സ്നേഹം റിപ്ലൈ. ഓക്കെ മക്കളെ, അപ്പോൾ താങ്ക് യു, ബൈ.